പ്രൈസ് ലോർഡ്. കർത്താവിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷയുടെ ദൈവശാസ്ത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അഡോപ്ഷൻ എന്ന വിഷയത്തിൽ നിന്നാണ് സംസാരിച്ചത്. ദത്തെടുപ്പ് എന്ന വിഷയമാണ്. ഇതൊരു വ്യവസ്ഥാപിതമായ പഠനമാണ് നമ്മൾ രാവിലെ ചെയ്യുന്നത്. പല ശുശ്രൂഷകളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ വചനം സംസാരിക്കുമ്പോഴെല്ലാം ഈ രക്ഷയുടെ ഉപദേശം മാറിപ്പോകാതിരിക്കാൻ ഇത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉപദേശപരമായ തെറ്റുകളില്ലാതെ വചനം സംസാരിക്കാൻ കഴിയും. ഇപ്പൊ ശുശ്രൂഷകരായ ആളുകൾ ഈ ഒരു ബോധ്യം, രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം, രക്ഷയെക്കുറിച്ചുള്ള കൃത്യമായ പഠനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ രക്ഷാശാസ്ത്രം മാത്രം പ്രത്യേകമായിട്ട് ഇങ്ങനെ എടുക്കാനുള്ള ഒരു കാരണം. നമുക്ക് അഡോപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. വി ബിക്കെയിം ചിൽഡ്രൻ ഓഫ് ഗോഡ്. അത് സ്റ്റാറ്റസിൽ മാറി. അതുപോലെ തന്നെ അഡോപ്ഷനെ കുറിച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, നമ്മൾ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായി നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട്, അത് ആ പുത്രത്വം അഡോപ്ഷൻ എന്ന വിഷയമായിട്ട് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത്. അപ്പം നമ്മളെ ദൈവത്തിന്റെ മക്കളായി അഡോപ്റ്റ് ചെയ്ത് ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാക്കി നമ്മളെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് വൺസ് യു ആർ ചിൽഡ്രൻ യു നീഡ് എ ട്രെയിനിങ്. നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യമാണ്. ആ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ട്രെയിനിങ്? അതിന് നമ്മൾ വേദശാസ്ത്രപരമായിട്ട് ഇങ്ങനെ പറയാം, സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ബിബ്ലിക്കൽ തിയോളജി രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് വചനത്തിൽ നിന്ന് എക്സിജറ്റിക്കലി നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വ്യവസ്ഥിതമായ ദൈവശാസ്ത്രത്തിലൂടെയാണ്. അതായത് വ്യവസ്ഥിത ദൈവശാസ്ത്രം ഒരു തിയറി, ബൈബിളിൽ നിന്ന് മുഴുവൻ നമ്മൾ എടുക്കുന്ന ഒരു കാഴ്ച. ഒരു പ്രത്യേക, ഇപ്പൊ പൗലോസിന്റെ ഏതെങ്കിലും ലേഖനത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ യോഹന്നാന്റെ ഏതെങ്കിലും ലേഖനത്തിൽ നിന്നല്ല, എല്ലാ വാക്യങ്ങളെയും കൂടെ സ്വാംശീകരിച്ച് ബൈബിളിന്റെ പൊതുവായ ഒരു ചിത്രം, വിശുദ്ധീകരണം എന്ന ഒരു വിഷയം ഒരു സബ്ജക്ട് വൈസ് ആയിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ടുള്ള വളർച്ചയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ദ ഗ്രോത്ത്, അവർ ഗ്രോത്ത് ഇൻ ലൈക്ക്നെസ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്വരൂപത്തിനോട് അനുരൂപമായി നമ്മൾ രൂപാന്തരപ്പെടുന്ന പ്രവൃത്തിയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ദൈവം നമ്മളിലൂടെ ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് സാങ്ക്ടിഫിക്കേഷനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെയാണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എപ്പാർട്ട് ഫ്രം മാൻ, ബട്ട് ഇറ്റ് ഈസ് വിത്ത് ദ മാൻ ദ ലോർഡ് വർക്ക്സ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ. അതായത് മനുഷ്യരുടെ ഒരു പ്രവൃത്തിയും ഇല്ലാതെയല്ല, മനുഷ്യരുടെ പ്രവൃത്തികളിലൂടെയാണ് കർത്താവ് വിശുദ്ധീകരണം നമ്മളിലൂടെ നിർവഹിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ലോർഡ് ഈസ് ഡൂയിങ് തിങ്സ് ത്രൂ അസ്. ഇപ്പൊ സാങ്ക്ടിഫിക്കേഷനകത്ത് ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവം നമ്മളിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും ഉള്ള രൂപാന്തരത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന അനുസരിച്ച് കൂടുതൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരും കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരുമായിട്ട് നമ്മൾ മാറുമെന്നുള്ളതാണ് വിശുദ്ധീകരണത്തിന്റെ ഫലം. അപ്പൊ വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഉളവാകുന്ന ദൈവപ്രവൃത്തി, ആ ദൈവപ്രവൃത്തി എന്തിനു വേണ്ടിയുള്ള ദൈവപ്രവൃത്തിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും ആ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി, ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു ദൈവിക പ്രവൃത്തിയാണ് നമ്മൾ ഈ വിശുദ്ധീകരണം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിശുദ്ധീകരണം എന്ന അതിന്റെ ആ ഒരു വേദശാസ്ത്രപരമായ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നീതീകരണവും വിശുദ്ധീകരണവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നീതീകരണം എന്ന് പറയുന്നത് നിയമപരമായി ദൈവത്തിന് മുൻപിൽ നമുക്ക് ദൈവത്തിന്റെ നീതി വെച്ച് നമ്മൾ ക്വാളിഫൈഡ് അല്ലായിരുന്നു, സ്വർഗത്തിന് ക്വാളിഫൈഡ് അല്ലായിരുന്നു. സോ വി നീഡ് എ ലീഗൽ സ്റ്റാൻഡിങ് ബിഫോർ ദ ലോർഡ്. കർത്താവിന് മുമ്പിൽ നമുക്കൊരു പ്രവേശനം ആവശ്യമായിരുന്നു. നമ്മുടെ കുറ്റങ്ങൾ ഒഴിവായി, നോട്ട് ഗിൽറ്റി, ചേസ് ഈസ് നോട്ട് ഗിൽറ്റി എന്നൊരു പ്രഖ്യാപനം ആവശ്യമായിരുന്നു.
ആ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരിക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. വൺസ് വി ആർ ജസ്റ്റിഫൈഡ് ഫോർ എവർ. അതായത് ഒരു ജുഡീഷ്യൽ ആക്ട് ഓഫ് ഗോഡ്, ദൈവം അവന്റെ നീതിയെ പ്രസ്താവിക്കുകയാണ്. ആ നീതിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറ്റവാളിയായ എന്നെ ദൈവം ആ കുറ്റങ്ങളെ ക്ഷമിച്ചിട്ട് അവന്റെ അധികാരത്തിൽ അവന്റെ നീതിയാൽ എന്നെ നീതീകരിക്കുകയാണ്. ബൈ ഹിസ് റൈച്ചസ്നെസ് ഐ ആം ഡിക്ലെയർഡ് റൈച്ചസ്. ഇത് ഒറ്റ പ്രാവശ്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. വൺസ് ഫോർ ഓൾ ആണ് വിശദീകരണം. ഇത് പൂർണ്ണമായും ദൈവത്തിന്റെ വർക്കാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും സ്വയനീതീകരണമായിട്ട് വരും. ഇപ്പൊ നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് സെൽഫ് റൈച്ചസ്നെസ് ആണ്. നമ്മൾ നമ്മളെ നീതീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സെൽഫ് റൈച്ചസ്നെസ് ആണ്. ദൈവത്തിന് മാത്രമേ നമ്മളെ നീതീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ജസ്റ്റിഫിക്കേഷനകത്ത് മനുഷ്യനൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് നീതീകരണം സ്വയമായിട്ടും വരും. അപ്പൊ സ്വയനീതീകരണം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ദൈവത്തിന് വിരോധമാണ്. നമുക്ക് നമ്മളെ തന്നെ നീതീകരിക്കാൻ ഇടയാകരുത്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ നീതീകരിക്കുമ്പോൾ നമ്മുടെ നീതിയുടെ നിലവാരം വെച്ചാണ് ചെയ്യുന്നത്. അത് ദൈവത്തിനെതിരെയുള്ള റിബല്യനാണ്. അതുകൊണ്ട് സെൽഫ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ഒരു തെറ്റായതുകൊണ്ട് തന്നെ നീതീകരണത്തിനകത്ത് നമ്മുടെ യാതൊരു ഇടപെടലും റോളും ഉണ്ടാകാൻ പാടില്ല. ദൈവമായിരിക്കണം പൂർണ്ണമായിട്ടും അത് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നീതീകരണം റിയൽ ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു ജഡ്ജ് ഒരു കോടതിയിൽ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ ആ ജഡ്ജ് തന്നെ അതിനകത്ത് എന്നോടും കൂടെ കൂടി ആലോചിച്ചിട്ട് ജഡ്ജ് ചെയ്താൽ അത് നീതിയല്ല. ജഡ്ജ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബൈ പാരാമീറ്റേഴ്സ് വിച്ച് ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ്, ലീഗലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അവൻ എന്നെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കണം. അതല്ല അതിനകത്ത് ഞാൻ ഇടപെട്ടുകൂടാ. എന്നോടൊരു ബന്ധം പോലും ജഡ്ജിക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. ഇനി വിശദീകരണത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ലീഗൽ സ്റ്റാൻഡിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ അകത്തെ കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ശരിക്കും എന്താണെന്നാണ് ലീഗൽ സ്റ്റാൻഡിങ്. ഓക്കെ, ദ ലോർഡ് ഹാസ് ജസ്റ്റിഫൈഡ് us, ബട്ട് ഹൗ ആർ വി ഇൻ അവർ ഇൻസൈഡ്സ്? നമ്മൾ ആന്തരികമായി എങ്ങനെയുള്ളവരാണ്? അതുപോലെ ഇതൊരിക്കലായി ചെയ്യുന്നതല്ല, ഇത് ജീവിതകാലം മുഴുവൻ നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ ഇതിനകത്ത് മനുഷ്യന്റെ ആ വ്യക്തിത്വവും കൂടെ ഉൾപ്പെടുത്തിയാണ്. ദാറ്റ് മീൻസ് വി പാർട്ടേക്ക് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള കർത്താവുമായിട്ടൊരു പങ്കാളിത്തത്തിലാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത്. ഇറ്റ്സ് ബേസിക്കലി പാർട്ട്ണറിങ് വിത്ത് ഗോഡ്. അപ്പൊ ജസ്റ്റിഫിക്കേഷനകത്ത് നമ്മുടെ ഒരു പാർട്ട്ണറിങ് ഇല്ല. എന്നാൽ സാങ്ക്ടിഫിക്കേഷനകത്ത് നമ്മൾ കർത്താവുമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നുണ്ട്. We are partners with him in his death and in his resurrection. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവനോടിരിക്കുന്ന ഒരു മോമെന്റിലും നമ്മുടെ വിശുദ്ധീകരണം കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നെവർ കംപ്ലീറ്റ് ഇൻ ദിസ് ലൈഫ്. ജസ്റ്റിഫിക്കേഷൻ ഇസ് എ കംപ്ലീറ്റ് പ്രോസസ്. അതിലൊന്നും ബാക്കിയില്ല. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. നമ്മുടെ മരണം വരെയും അത് അങ്ങനെ തന്നെ പൂർത്തിയാവുകയില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് നെവർ കംപ്ലീറ്റ്. ഞാൻ ജീവിച്ചിരിക്കുന്ന അവസാന മൊമെന്റ് വരെ എന്നിൽ പാപമില്ല എന്ന് പറയാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇറ്റ്സ് നെവർ കംപ്ലീറ്റ് ഇൻ ദിസ് ലൈഫ്. ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതൊരിക്കലും നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഈ വിശുദ്ധീകരണം പൂർത്തിയാവുകയില്ല. അപ്പൊ ഇതാണ് ഈ ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. തുടർച്ചയായ വിശുദ്ധീകരണം, the process of sanctification should go on in our lives until the moment we die. ഈ വിശുദ്ധീകരണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ആരംഭമുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിഗിനിങ് ഉണ്ട്, പിന്നെ ഒരു വളർച്ചയുണ്ട്, പിന്നെ അതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. അപ്പൊ വിശുദ്ധീകരണത്തിന് വളരെ കൃത്യമായ വ്യതിരിക്തമായ ഡിസ്റ്റിങ്വിഷ് ചെയ്യാവുന്ന സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തുടക്കമുണ്ട്.
ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് അവർ റീജനറേഷൻ. നമ്മൾ വീണ്ടും ജനിക്കുന്ന സമയത്ത് നമ്മൾ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് എല്ലാം കണ്ടു. ബട്ട് സാങ്ക്ടിഫിക്കേഷൻ സ്റ്റാർട്ട്സ് വെൻ വി ആർ ബോൺ അഗെയിൻ. അവിടെ ആ റീജനറേഷൻ നമ്മൾ ആദ്യം പഠിച്ചതാണ്. റീജനറേഷൻ രക്ഷയുടെ തലത്തിൽ അവിടെ തൊട്ട് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കണം. ദാറ്റ്സ് എ ഡെഫിനിറ്റീവ് ബിഗിനിങ്. ഈ ഡെഫിനിറ്റീവ് ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു വളരെ വലിയൊരു വ്യത്യാസം നമുക്ക് ആ സമയത്ത് ഉണ്ടാവും. എ മാർക്ഡ് ഡിഫറൻസ് ഇൻ അവർ പെർസ്പെക്റ്റീവ്സ്. പിന്നീട് നമ്മൾ വിശദീകരണത്തിലെ വളർച്ചയിൽ ഇത്ര റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷെ വെൻ വി ആർ ബോൺ അഗെയിൻ, ദാറ്റ് മോമെന്റ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഷിഫ്റ്റാണ്. ആ ഒരു ലോക ജീവിതത്തിൽ നിന്ന് വി ആർ മേക്കിംഗ് എ ഹ്യൂജ് ജമ്പ് ടുവേർഡ്സ് ദിസ് ഡിവൈൻ ലൈഫ്. അപ്പൊ അവിടെയാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മൾ എപ്പോഴാണോ ദ മോമെന്റ് വി ആർ റീജനറേറ്റഡ്, വി ആർ ഇനിഷ്യേറ്റഡ് ഇൻ ടു ദിസ് ന്യൂ ലൈഫ്. അപ്പൊ ആ ഒരു ലൈഫില് നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ അവനാൽ കഴുകപ്പെട്ടിരിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും കഴുകപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ഡെഫിനിറ്റീവ് ആയിട്ട് ഒരു തുടക്കം ആ സാങ്ക്ടിഫിക്കേഷൻ വർക്ക് നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഈ എണ്ണൽ, അതായത് കൗണ്ടിങ്, റെക്കണിങ് ദാറ്റ് ഐ ഡൈഡ് വിത്ത് ദ ലോർഡ് ഇൻ ടു ദ സിൻ ആൻഡ് നൗ ഐ ആം അലൈവ് ഇൻ ക്രൈസ്റ്റ് ടുവേർഡ്സ് ഗോഡ്. ഇത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷന്റെ ഫലമാണ്. അതായത് നമ്മൾ പാപസംബന്ധമായി മരിച്ചുവെന്നും ഇനി കർത്താവിന് ജീവിക്കുന്നു എന്നും പറയുന്നത് നമ്മുടെ റീജനറേഷൻ ആണ്. പക്ഷെ അങ്ങനെ എണ്ണുന്നത്, ഞാൻ അങ്ങനെ റെക്കൺ ചെയ്യുന്നത് എന്റെ സാങ്ക്ടിഫിക്കേഷനാണ്. അതായത് നമ്മൾ ആ ഫാക്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ വി വർ റീജനറേറ്റഡ്. ഇനി നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്, പാപസംബന്ധമായി മരിച്ചവരാണ്. അപ്പൊ പാപസംബന്ധമായി മരിച്ചവരായ നമ്മൾ ഇത് റെക്കൺ ചെയ്യുമ്പോൾ, അതായത് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഞാനത് റെക്കൺ ചെയ്യുന്നു, ഐ കൺസിഡർ മൈ സെൽഫ് ഡെഡ്, അതെന്റെ ഉള്ളിലേക്ക് ഒരു സുബോധമായി വരുന്നു. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഞാൻ മരിച്ചു, ഇനി ക്രിസ്തു അല്ല, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് ആദ്യം കേട്ടപ്പോൾ ഒരു ഭയങ്കര ജമ്പ് ഈ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനല്ല ക്രിസ്തു അത്രയെന്ന് എൻ്റെ ഉള്ളിലൊരു നോളജ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് റെക്കൺ ചെയ്യുമ്പോൾ, ഐ ഡൈഡ് എന്ന് റെക്കൺ ചെയ്യുമ്പോൾ സോ മച്ച് ഓഫ് പവർ ഇൻ ഇറ്റ്. ഞാനല്ല ക്രിസ്തു അത്രയെന്നുള്ളത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക്, റിയലൈസേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അത് റെക്കൺ ചെയ്യുന്ന ആ പ്രോസസ് ഈസ് പാർട്ട് ഓഫ് അവർ സാങ്ക്ടിഫിക്കേഷൻ. ഇത് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മളാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മളാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ദൈവത്തിന്റെ ആത്മാവാണ് കൃത്യമായിട്ട് അത് ചെയ്യുന്നത്. പക്ഷെ ഇറ്റ് ഈസ് ത്രൂ അവർ ചേഞ്ച്. വി ആർ ചേഞ്ച്ഡ് ഇൻ ടു ദാറ്റ് ന്യൂ ക്യാരക്ടർ. അപ്പൊ ഇത് നമ്മുടെ ക്യാരക്ടർ ഇൻവോൾവ് ചെയ്യാതെ പറ്റില്ല, നമ്മുടെ കോഓപ്പറേഷൻ ഇല്ലാതെ പറ്റും. നമ്മുടെ കോഓപ്പറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ. പക്ഷെ അത് നമ്മുടെ ജഡമല്ല അത് ചെയ്യുന്നത്. ജഡത്തിന് ചെയ്യാൻ കഴിയില്ല, ജഡത്തിനൊന്നും സാങ്ക്ടിഫൈ ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിൽ ആ ഒരു കോഓപ്പറേഷൻ ഉണ്ടാക്കുന്നത്. ബട്ട് സ്റ്റിൽ ദാറ്റ് കോഓപ്പറേഷൻ ഷുഡ് ബി ദെയർ. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. സാങ്ക്ടിഫിക്കേഷനകത്ത് നമുക്ക് ഒരിക്കലും ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതിരിക്കാൻ സാധിക്കില്ല. ഓക്കെ, പലയിടത്തും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കൊരിന്തു സഭയ്ക്ക് എഴുതുമ്പോൾ പോലും കൊരിന്ത്യയിലെ വിശുദ്ധന്മാർ എന്നാണ്. കാരണം ദേ ആർ ഇൻ എ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വി ആർ കോൾഡ് സാങ്ക്ടിഫൈഡ് ഓർ സെയിൻസ്. അപ്പൊ ശരിക്കും വിശുദ്ധന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശുദ്ധീകരണം പ്രാപിക്കുന്നവരാണ്.
If you are being sanctified, you are called a saint. Saint is a person who is being sanctified. അപ്പൊ നമ്മൾ ചോദിക്കും, ചില വിശുദ്ധന്മാർ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, no one is perfectly sanctified in this life. There are varying degrees of sanctification. അപ്പോൾ ആരും തന്നെ, ഏത് വിശുദ്ധൻ എന്ന് പറഞ്ഞാലും അവരാരും പെർഫെക്റ്റ്ലി സാങ്ക്ടിഫൈഡ് അല്ല. ക്രിസ്തു മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ്ലി സാങ്ക്ടിഫൈഡ്. നമ്മളെല്ലാവരും ആ വിശുദ്ധീകരണത്തിന്റെ പല ലെവലുകളിലാണ് നിൽക്കുന്നത്. അതെല്ലാം ഓരോരുത്തരുടെയും വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ ആ ഒരു തലത്തിൽ ഇത് ഓരോ ദിവസവും നമ്മളിൽ വർദ്ധിച്ചു വരണം. റോമാലേഖനം 6-ാം അധ്യായം ഈ വിശുദ്ധീകരണത്തിന്റെ ഒരു ഒരു ജംപ് സ്റ്റാർട്ട് ആണ് കാണിക്കുന്നത്. 6-ാം അധ്യായം പാപത്തിൽ നിന്നുള്ള വിക്ടറി. ശരിക്കും പാപത്തിൽ നിന്നുള്ള വിക്ടറി ജുഡീഷ്യലി നമുക്ക് ലഭിച്ചാൽ പോരാ, അത് പ്രാക്ടിക്കലി നമ്മൾ അനുഭവിക്കണം. ഇപ്പൊ പ്രായോഗികമായി പാപത്തിൽ നിന്നുള്ള വിക്ടറി അനുഭവിക്കണം. അങ്ങനെ ഒരു തിയറി നമുക്ക് പോരാ. ഇപ്പൊ പല സഭകളിലെ തിയറി കൊണ്ട് ആശ്വസിക്കുന്ന സഭകളുണ്ട്. ഞാൻ മരിച്ചു, അപ്പൊ തിയറി കൊണ്ട് ആശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ ഇല്ലാത്ത ജസ്റ്റിഫിക്കേഷൻ കൊണ്ടൊരു കാര്യമില്ല. ആൻഡ് ദാറ്റ്സ് എ ഫോൾസ് idea of justification. We need that sanctification, that work of sanctification in us. പക്ഷെ ഇവിടെയും നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികൾ തിരിച്ചറിയണം. നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല സാങ്ക്ടിഫിക്കേഷൻ, അത് നമ്മൾ തിരിച്ചറിയണം. ഇറ്റ് ഈസ് ഗോഡ് വർക്കിംഗ് ത്രൂ അസ്. അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ നടത്തുന്നതിനെയാണ് ശരിക്കും ഈ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ റോമാലേഖനം 6-ാം അധ്യായത്തിൽ അനേകം വാക്യങ്ങൾ ഇങ്ങനെയുണ്ട്. നിങ്ങളുടെ അവയവങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ പാപത്തിന് സമർപ്പിച്ചിരുന്നു, ഇനി നിങ്ങൾ അതങ്ങനെ ചെയ്യരുത്. കാരണം യു അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ആർ ഡെഡ് ടു സിൻ. ഇനി നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളായി, ആയുധങ്ങളായി സമർപ്പിക്കും. ദിസ് ഈസ് സംതിങ് ദാറ്റ്സ് ആസ്ക്ഡ് ഫ്രം us. നമ്മൾ ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെയും നമ്മൾ ജഡത്തിലല്ല ആശ്രയിക്കേണ്ടത്. അതാണ് ആ ഒരു ഫൈൻ ലൈൻ ദാറ്റ് സെപ്പറേറ്റ്സ് ഫ്ലഷ് ആൻഡ് ദ സ്പിരിറ്റ്. നമ്മൾ അവിടെയും നമ്മുടെ ഒരു ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. വി ആർ ഡൂയിങ് ഇറ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ബൈ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഗ്രേസ് ഫ്രം ഹിം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഈ ജലദോഷം, പനി, അസ്വസ്ഥതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഈ മീൻസ് ഓഫ് ഗ്രേസ് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സൺഡേ, പക്ഷെ അത്രയും പറയാനുള്ള ഒരു ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല. അതും ഇതും ഒന്നിച്ചു പോകേണ്ടതാണ്, ഈ മീൻസ് ഓഫ് ഗ്രേസും സാങ്ക്ടിഫിക്കേഷനും. അപ്പൊ ഇതിന്റെ പഠനവും അതിന്റെ പഠനവും ഒരുപോലെ പോകേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ദൈവം, രക്ഷാകരമായ ദൈവകൃപ, നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന കൃപ, അതായത് വിശുദ്ധീകരണത്തിലൂടെ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന കൃപ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടത്തിവിടുന്നത് എന്നുള്ളത്, അത് സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യല്ല, അത് വേറൊരു പഠനം തന്നെയാണ്. എന്നാൽ അതും കൂടെ ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമാണ്. സോ വിൽ സ്റ്റാർട്ട് ദാറ്റ് നെക്സ്റ്റ് സൺഡേ. അപ്പോൾ ഇനി നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ സമർപ്പിക്കരുത്. സോ വി അണ്ടർസ്റ്റുഡ് ദിസ്, വി ആർ റീജനറേറ്റഡ്. അപ്പൊ ഈ റീജനറേഷന്റെ സമയത്ത് നമുക്ക് കുറെ തീരുമാനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഈ തീരുമാനങ്ങൾ എല്ലാം നടക്കുന്നില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്. പക്ഷെ തീരുമാനങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം നമുക്ക് ദൈവത്തോട് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെ പോലെ ആകാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനൊരു തീഷ്ണത ഉണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ സാങ്ക്ടിഫിക്കേഷനിൽ ജമ്പ് ഉണ്ടാകുന്ന രക്ഷിക്കപ്പെടുമ്പോഴാണ്, ആ വീണ്ടും ജനിക്കുന്ന ആ ടൈമിലാണ്. അതിനാണ് നമ്മൾ ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ഒരു ആദ്യ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും പറയാറുണ്ട്, പണ്ടത്തെ ചൂടൊന്നും ഇപ്പൊ തോന്നുന്നില്ല ബ്രദർ, പണ്ടത്തെ ഒരു തീഷ്ണത ഒന്നും ഇപ്പൊ തോന്നുന്നില്ല. ആ തീഷ്ണതയാണ് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോൾ ഈ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നമ്മളെ വിശുദ്ധർ എന്നാണ് വിളിക്കുന്നത്. വി ആർ സാങ്ക്ടിഫൈഡ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സാങ്ക്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രൈമറി കൺസേൺ ആൻഡ് ലവ് ആൻഡ് ഡിസയർ,
അതാണ് മാറുന്നത്. ഈ സാങ്ക്ടിഫിക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണ് എന്നുള്ളതാണ് മാറുന്നത്. അത് മാറുന്നില്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നില്ല. ഇന്ന് ചർച്ചകളിൽ നടക്കുന്ന ഒരു വലിയ പ്രശ്നം ഈ സാങ്ക്ടിഫിക്കേഷൻ തുടങ്ങുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം റീജനറേഷനിൽ പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പഴയ സ്വഭാവങ്ങളെ തന്നെയാണ് ഇന്നും താലോലിക്കുന്നത്. അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി, സെറ്റിൽമെന്റ്, അത് തന്നെയായിരുന്നു പണ്ടും, ഇത് തന്നെയാണ് ഇപ്പോഴും. എന്നാൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗിവ്സ് എ ന്യൂ ക്യാരക്ടർ ടു അസ്. അപ്പം ശരിക്കും സാങ്ക്ടിഫിക്കേഷൻ തുടങ്ങുമ്പോൾ ആ ജമ്പ്, ശരിക്കും ഉണ്ടാകുന്ന ജമ്പ്, ആ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം, നമ്മൾ എന്തിനു ജീവിക്കുന്നു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്നേഹം ആരോടാണ്, എന്താണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ അസ്തിത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ഐഡിയ മാറിപ്പോകുന്നതാണ് ഈ സാങ്ക്ടിഫിക്കേഷന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. We are no longer man pleasers. We honor and praise and lift up the name of the Lord. നമ്മുടെ ഏറ്റവും വലിയ സ്നേഹം കർത്താവിനോടായി മാറുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാങ്ക്ടിഫിക്കേഷന്റെ തുടക്കം, ആ ജംപ് സ്റ്റാർട്ട് നമുക്കുണ്ടാകുന്നത്. So at that point our priorities should change. നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ഈ സാധാരണ മതങ്ങളിലൊക്കെ പോകുന്നവർ പ്രാർത്ഥിക്കുന്ന പോലെ ചെറിയ ചെറിയ ലോകത്തിന്റെ ഉപജീവന കൺസേൺസിൽ നിന്നൊക്കെ മാറി നീതീകരണവും വിശുദ്ധീകരണവും ക്രിസ്തുവിന്റെ പരിജ്ഞാനവുമുള്ള ആ സ്വർഗീയമായ, ദിവ്യമായ, അലൗകികമായ, നിത്യമായ ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടു തുടങ്ങുകയാണ് വിശുദ്ധീകരണത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാസേജ്, ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ 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 ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഡിസ്പോസിഷൻ ഉണ്ടാകുന്ന മാറ്റം, നമ്മുടെ സ്വഭാവത്തിൽ ആ ചേഞ്ച്, ആ ഒരു ചേഞ്ചാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ അടയാളം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരു പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ നമുക്ക് ദാനമായി കർത്താവ് വെച്ചിട്ടുണ്ട്. അത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുണ്ട്. വി വിൽ കം ടു ഇറ്റ്. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാക്യമുണ്ട്. ദാറ്റ് വി വിൽ എക്സ്പ്ലെയിൻ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഡിസ്കഷൻ. ഹി ഹാസ് മെയ്ഡ് us ഹോളി. അതായത് കർത്താവിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹി ഹാസ് ഡൺ എവറിത്തിങ് ടു മേക്ക് us ഹോളി ആൻഡ് ഹി ഹാസ് ക്രിയേറ്റഡ് ഓൾ ദ റിസോഴ്സസ് നെസസറി. നമുക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ട എല്ലാ പ്രവൃത്തികളും കർത്താവ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു പൂർത്തീകരണത്തിലേക്ക് വളരേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഈസ് ജെനുവിൻലി സേവ്ഡ്, റീജനറേഷന്റെ സമയത്ത്, വീണ്ടും ജനിക്കുന്ന സമയത്ത്, ആ ആളുടെ പ്രൈമറി സ്നേഹം, ആ ആളുടെ പ്രൈമറി ഡിസയർ, ആ ആളുടെ ലൈഫിന്റെ വിഷൻ എല്ലാം മാറിയിരിക്കും. അതൊരു പെർമനന്റ് ചേഞ്ച്. ആ ഒരു പെർമനന്റ് ചേഞ്ച് ഒരാൾ സംഭവിച്ചെങ്കിൽ മാത്രമേ അയാൾ വീണ്ടും ജനിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. The fact that he acknowledged intellectually the truth of the gospel does not necessarily save him. ഒരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ഈ വചനമെല്ലാം കേട്ടു അംഗീകരിച്ചോ, കൊള്ളാമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ, കരഞ്ഞു എന്ന് വിചാരിച്ചോ, കൈപൊക്കി എന്ന് വിചാരിച്ചോ, അയാൾ വീണ്ടും ജനിക്കണമെന്ന് നിർബന്ധമില്ല. പാപിയുടെ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്ന ഓർത്തുകൊണ്ട് വീണ്ടും ജനിക്കണം നിർബന്ധമില്ല. ചർച്ചിൽ റെഗുലറായിട്ട് പോയി ഓർത്തുകൊണ്ട് വീണ്ടും ജനിക്കണം നിർബന്ധമില്ല. 40 ഉപവാസ പ്രാർത്ഥന വർഷാവർഷം എടുത്താലും വീണ്ടും ജനിച്ചിരിക്കണം നിർബന്ധമില്ല. വീണ്ടും ജനിച്ചിരിക്കണമെങ്കിൽ അവിടെ ആ ഒരു ഡിസയർ, പ്രൈമറി ഡിസയർ ആൻഡ് ലൈഫ് അംബിഷൻ, ടാർഗറ്റ്, ലക്ഷ്യം, ഉദ്ദേശം എല്ലാം മാറണം. അതൊരു പെർമനന്റ് ചേഞ്ച് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ സാൽവേഷൻ എന്ന് വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് സാൽവേഷൻ അല്ല, ഇറ്റ്സ് ഓൺലി ആൻ ഇമോഷണൽ തിങ്. ആൻഡ് നോ വൺ ഈസ് സേവ്ഡ് ബൈ ഹിസ് ഇമോഷൻസ്. വി ആർ ഓൺലി സേവ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ യേശുവിന്റെ രക്തത്താലും അവന്റെ മരണത്താലും അല്ലാതെ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനാൽ രക്ഷപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഇമോഷണൽ എന്താ പറയുന്ന ഒരു എക്സ്പ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസ് കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ദാറ്റ്സ് നോട്ട് സാൽവേഷൻ. സാൽവേഷൻ നെസസിറ്റേറ്റ്സ് എ ചേഞ്ച് ഇൻ അവർ ഡിസ്പോസിഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ മാറ്റം, ആ തുടക്കത്തിലെ ആ ഒരു പെർസ്പെക്റ്റീവൽ ചേഞ്ച് ഉണ്ടായിട്ടുള്ളവർ മാത്രമേ നമ്മൾ റീജനറേറ്റഡ് അല്ലെ പുതിയ ജീവൻ ലഭിച്ചവർ എന്ന് പറയുന്നത്. അതാണ് സാങ്ക്ടിഫിക്കേഷന്റെ തുടക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോകത്തോടുള്ള പല ആഗ്രഹങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിക്കൊള്ളാമെന്നില്ല. പക്ഷെ സ്റ്റിൽ ദിസ് ചേഞ്ച്, ആ ഒരു പ്രൈമറി കൺസെപ്റ്റ് അത് മാറിയിരിക്കും.
ഇനി നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ വളർന്നു വരേണ്ട ഒരു വിശദീകരണമുണ്ട്. അത് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപത്തിൽ നമ്മൾ സ്വതന്ത്രരാക്കപ്പെട്ടുവെങ്കിലും പാപത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ശീലം നമ്മുടെ അവയവങ്ങളിൽ ഉള്ളതിനാൽ തുടർച്ചയായി നമ്മൾ ഈ പാപത്തോട് യുദ്ധം ചെയ്ത് വളരേണ്ടത് ആവശ്യമാണ്. ഈ പാപത്തോടുള്ള പോരാട്ടം ഒരിക്കലും തീരുന്നില്ല. മറ്റൊരു ആത്മീക പോരാട്ടമാണ്. അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അതിനെ ജയിക്കാൻ പറ്റത്തില്ല. ആത്മീക പോരാട്ടമാണ്. പക്ഷെ ഈ പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. യോഹന്നാൻ പറഞ്ഞ പോലെ, ഒരുവൻ തന്നിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓക്കെ, അത് ശരിയാണ്. അപ്പോ ജീവിതകാലം മുഴുവൻ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. പാപത്തെ എടുത്തു മാറ്റുന്ന, പാപത്തിന്മേലുള്ള വിജയം എന്നുള്ളൊരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതേ സമയത്ത്, എന്റെ ബ്രദറെ, എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അത് 10-35 വർഷമായി, 19 വർഷമായിട്ട് മാറുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയുമ്പോൾ സിൻ ഹാസ് എ ഡൊമീനിയൻ ഓവർ യു എന്നാണ് കാണിക്കുന്നത്. അതായത് പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നു. അപ്പൊ പാപമില്ല എന്നൊരാൾ പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഒരു പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അനേക ആൾക്കാരും വർഷങ്ങൾ കഴിഞ്ഞാലും ചില പാപങ്ങളുടെ കർത്തൃത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ലാത്ത രീതിയിൽ നമ്മൾ വിജയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ആ വിജയം നമുക്ക് തരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. വി നീഡ് ടു പർസ്യൂ ദിസ് മോർ ഡീപ്ലി, ഇന്റൻസ്ലി ഇൻ ഫെയ്ത്ത്. ദൈവം നമ്മളെ ഇതിൽ നിന്ന് വിടുവിക്കും എന്ന് വിശ്വസിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. കാരണം നമ്മൾ ദുർമനസാക്ഷിയുള്ളവരാകരുത്. വീണ്ടും വീണ്ടും നമുക്ക് ഈ രക്ഷയുടെ കൃപകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൃപാസനത്തിലേക്ക് ക്രിസ്തുവിന്റെ രക്തത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കടന്നു വരണം. ദാറ്റ് മീൻസ് അവർ സാന്റിഫിക്കേഷന് വേണ്ടിയുള്ളതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തുടർച്ചയായ ആഹ്വാനങ്ങളുണ്ട്. എന്തിനു വേണ്ടിയുള്ള ആഹ്വാനമാണ്? നമ്മൾ വിശുദ്ധരാകണം, ക്രിസ്തുവിനെ പോലെ ആകണം എന്നുള്ള തുടർച്ചയായ ആഹ്വാനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും അക്കംപ്ലിഷ്ഡ് അല്ല. എന്താ പറയുന്നത്, മതി എന്ന് പറയാവുന്ന ഒരു സ്റ്റേജിലല്ല ഉള്ളത്. ആ ഒരു സംതൃപ്തി കർത്താവിൽ ഉള്ളപ്പോൾ തന്നെ ഒരു ദൈവികമായ അസംതൃപ്തി, പോരാ എന്നുള്ളൊരു അസംതൃപ്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ബ്രോക്കൺ ആയിരിക്കില്ല, നമ്മൾ ദാഹിക്കുന്നവരായിരിക്കില്ല, നമ്മൾ വിശക്കുന്നവരായിരിക്കില്ല. അപ്പൊ നമ്മളിൽ സംഭവിക്കുന്ന റീജനറേഷൻ റിയൽ ആണെങ്കിൽ വി വിൽ ബി ഹംഗ്രി ഫോർ എ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ആ ഒരു ഹങ്കർ നമുക്കൊരിക്കലും ഇല്ലാതെ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റോമർ 6 അധ്യായം ഞാൻ പറഞ്ഞില്ല, അതിൽ നിന്നാണ് നമ്മൾ ഇത് തുടരുന്നത്. അവിടെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് ആയുധങ്ങളായി, വിശുദ്ധീകരണത്തിനായി നീതിക്ക് ആയുധങ്ങളായി സമർപ്പിക്കുകയും. അപ്പൊ നമ്മുടെ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി നമ്മുടെ അവയവങ്ങൾ നീതി ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ അവയവങ്ങൾ നീതിക്ക് ദാസരാകേണ്ടത് ആവശ്യമാണ്. That's a process which the Bible explains so beautifully. ആ പ്രോസസ് എന്താണ്? അത് ആ സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ് എന്താണ്? നമ്മൾ ബിബ്ലിക്കലി, അതായത് ബൈബിൾ പാസേജിന്റെ എക്സിസ്റ്റൻസ് വഴി നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമ്മളത് തുടർച്ചയായിട്ട് ഇനിയും കാണുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പാപസംബന്ധമായി മരിച്ചവരായതുകൊണ്ട് നമ്മൾ ഒരു കാലത്ത് പാപത്തിന് അടിമത്തത്തിലുള്ളവരായിരുന്നെങ്കിൽ ഇനി നമ്മുടെ അവയവങ്ങളെ അങ്ങോട്ട് വിടാൻ നമ്മൾ അനുവദിക്കരുത്. That means we should not allow our organs to commit sins against God. അപ്പൊ അതൊരു ഫോഴ്സ് ഉണ്ട്, ഒരു എഫേർട്ട് ഉണ്ട്, ഒരു ആഗ്രഹം. പക്ഷെ ഈ ഫോഴ്സ് എഫേർട്ട് എവിടെ നിന്ന് വരുന്നതെന്നറിയോ? ഭയത്തിൽ നിന്ന് വരുന്നതല്ല. ആ റീജനറേഷന്റെ സമയത്ത് നമുക്കുണ്ടായ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ചാണ് നമുക്കിത് വേണം എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ഫിയർ, ഇറ്റ് ഇസ് ബിക്കോസ് അവർ ക്യാരക്ടർ ഹാസ് ചേഞ്ച്ഡ്. ഗോഡ് ഹാസ് ചേഞ്ച്ഡ് അവർ ഡിസ്പൊസിഷൻ. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം മാറ്റിയതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഒരു പൂച്ച ചെളി ചാടിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റാത്ത പോലെ ന്യൂ നേച്ചർ നമ്മളെ നിർബന്ധിക്കുന്നത് പാപമില്ലാതെ പാപത്തെ ജയിച്ച് ജീവിക്കാനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നിർബന്ധം നമ്മുടെ മേലുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിർബന്ധമാണത്. അപ്പൊ റീജനറേഷൻ ശരിക്കും നടക്കാത്ത ഒരാള് സാങ്ക്ടിഫിക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാക്കില്ല. കാരണം അത് മനുഷ്യപ്രവൃത്തിയായിട്ട് മാറും. അപ്പൊ സാങ്ക്ടിഫിക്കേഷൻ ഒരു മനുഷ്യ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് വരണമെങ്കിൽ ദൈവം നമ്മളിൽ വരുത്തിയ മാറ്റങ്ങളിൽ നിന്ന് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ.
If a person is not regenerated, he is not going to be sanctified at all. Okay. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട അനേകം വാക്യങ്ങൾ ഇതിനു വേണ്ടി നമുക്ക് പറയാനുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ നേടിയെന്നില്ല അല്ല, ഞാൻ പിടിച്ചു എന്നല്ല, പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്ത് പിടിക്കാമോ എന്ന് വിചാരിച്ചാണ്? 9-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, ഐ നീഡ് ടു ഗെയിൻ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ള ഒരു ഓട്ടം ഞാൻ ഓടിക്കൊണ്ട് പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ്. സോ വി മേക്ക് ദാറ്റ് റൺ ഇൻ ദ മോസ്റ്റ് ഹംബിൾ മാനർ. കാരണം ആയിട്ടില്ല എന്ന് മരിക്കുന്നവരെ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ തോന്നിയാൽ മാത്രമേ ക്രിസ്തുവിനെ പിടിക്കാൻ നമുക്ക് ആയുള്ളൂ. അല്ലെങ്കിൽ നമ്മളായി എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ക്രിസ്തുവായിട്ട് മാറും. അപ്പൊ അന്ത്യം വരെ നമ്മൾ ആയിട്ടില്ല. അത് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയോടെ മാത്രമേ നിങ്ങൾ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. തികഞ്ഞു എന്ന് തോന്നാൻ പാടില്ല. നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയാലും ഇങ്ങനെ തന്നെ നിങ്ങൾ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. എങ്ങനെ തന്നെ ചിന്തിക്കട്ടെ? കിട്ടിയിട്ടില്ല, ഓടുന്നേ ഉള്ളൂ, കർത്താവെ നീ എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ പിടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓടുകയാണ് എന്ന് തന്നെ വിചാരിക്കണം എന്ന് പൗലോസ് പറയുന്നത്. ആർക്കും കിട്ടി എന്ന് വിചാരിക്കരുത്, തോന്നരുത്. നമ്മൾ എപ്പോഴും മറ്റൊരാൾ പറയുമ്പോൾ തിരുത്തപ്പെടാൻ തയ്യാറായിരിക്കണം. നമുക്കൊരു ഗമയുടെ കാര്യമില്ല, ഒരു ഗമ കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. We need to be broken and we need to be listening to others. We should never think that we have grown perfectly and we have finished that run to salvation. അതൊരിക്കലും നമുക്ക് അവസാനിക്കുന്നില്ല. നമ്മളത് പിടിച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നു, പിടിക്കാൻ ആഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പൗലോസ് പറയുന്ന പോലെ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല. അപ്പൊ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലോങ് ആൻഡ് ലബോറിയസ് പ്രോസസ്. ഓക്കെ. അതുപോലെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ള ഒരു ഓട്ടം നമ്മൾ കണ്ടിന്യൂസ്ലി റിന്യൂ ചെയ്യപ്പെട്ടുണ്ട്. 3:10 കൊളോസ്യ ലേഖനം 3:10 എന്താ പറയുന്നത്? നമ്മൾ തുടർച്ചയായി ആ റിന്യൂവൽ അനുഭവിക്കണം. എവറി ഡേ വി ഷുഡ് ഫീൽ ദാറ്റ് റിന്യൂവൽ ഇൻ അവർ സ്പിരിറ്റ്സ്. കാരണം നമ്മൾ എപ്പോഴും ആ ജീവന്റെ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവൻ നമുക്കുണ്ടായിരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾസോ അവർ ഗ്രോത്ത് ഇൻ സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ ഓരോ ദിവസവും പുതുക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ റിഫ്രഷിംഗ് ഇറ്റ് എവറി മോർണിംഗ്. എവറി മോർണിംഗ് എന്ന് പറഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് മോർണിംഗ് ഡേ എന്ന് ഞാൻ നോക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ച് മോമെന്റ് ബൈ മോമെന്റ് വി ആർ റിഫ്രഷ്ഡ്. എല്ലാ മോമെന്റിലും വി ആർ റിഫ്രഷ്ഡ് ഇൻ ടു ദ ന്യൂ ക്രിയേഷൻ. നമ്മൾ ഈ പ്രത്യേക തരത്തിലുള്ള ഒരു സ്ലേറ്റ് ഉണ്ട്. ഓക്കെ, 400-500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്ലേറ്റ് നിങ്ങളുണ്ട്. ആ സ്ലേറ്റില് എന്താ പറയുന്ന, ഈ നമ്മളൊരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എല്ലാം മാഞ്ഞു പോകും, പിന്നെ ഒന്നും, പിന്നെ എല്ലാം മാഞ്ഞു, പിന്നെ എഴുതുന്നു. കണ്ടിട്ടല്ലേ അത്? അതുപോലെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജഡത്തെ തകർത്തുകൊണ്ട് അതിന്റെ പ്രവൃത്തികളെ മാച്ച് റിന്യൂ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. എവറി മോർണിംഗ്, എവറി മോമെന്റ് വി നീഡ് ടു ബി റിഫ്രഷിംഗ് അവർസെൽസ് ഇൻ ടു ദ ന്യൂനെസ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ്. ക്രിസ്തുവിന്റെ ജീവന്റെ പുതുക്കം പ്രാപിക്കുന്ന ജീവനിൽ നമ്മൾ അത് കഠിനാധ്വാനം അതിനുവേണ്ടി വേണമെന്നുള്ളതാണ്. ശരിക്കും ആ കഠിനാധ്വാനം വരുന്ന ആത്മാവിനാണ്. അഗൈൻ ഡോണ്ട് തിങ്ക് ഇൻ ദ ഫ്ലഷ് വേ. ഇപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആ ഒരു പുതിയ ക്യാരക്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ റിഫ്രഷിംഗ് എവറി മോമെന്റ് വി ലീവ് ദ ന്യൂ ലൈഫ്, ന്യൂനെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പുതുക്കത്തിൽ, ആത്മാവിന്റെ പുതുക്കത്തിൽ. ഇത് പഴയതല്ല, ആത്മാവ് എപ്പോഴും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. ഇറ്റ്സ് കണ്ടിന്യൂസ്ലി റിഫ്രഷ്ഡ് ആൻഡ് റീവൈറ്റലൈസ്ഡ്. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ തീർച്ചയായിട്ടും, നിങ്ങൾ ആലോചിച്ചേക്കെ, പുതുക്കത്തിലോട്ട് നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ റീസെറ്റിംഗ് ആൻഡ് റിഫ്രഷിംഗ് എല്ലാ സമയത്തും നമ്മൾ പഴയത് മരിച്ചു പുതിയത് ജീവിച്ചു. ഒരിക്കൽ പറഞ്ഞാൽ പോരാത്. പഴയത് മരിച്ചു പുതിയത് ജീവിച്ചു. ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാനല്ല, ബട്ടൺ പ്രസ് ചെയ്തു, ക്രിസ്തു അത്രേ. എവറിത്തിങ് ഈസ് ന്യൂ. എവറി മോമെന്റ് ഇറ്റ് ഈസ് നോ ലോങ്ങർ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് റിജക്ഷൻ ഓഫ് മൈ ഫ്ലഷ്. ഞാനല്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മുടെ മരണം വരെയും തുടർന്നു പോകേണ്ട ഒരു ശരിക്കും റീജനറേറ്റഡ് ആയിട്ടുള്ള ഒരാള് മരണം വരെയും തുടർന്നു പോകുന്ന ഒരു എസെൻഷ്യൽ കോഴ്സ് ഓഫ് റീജനറേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഇതിനെ പറയുന്നത്. എബ്രായലേഖനം 12:14 പറയുന്നത് വിശുദ്ധിക്കായി അധ്വാനിക്കാനാണ്. വിശുദ്ധീകരണം പ്രാപിക്കാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കില്ല. 12:1 പറയുന്നത് മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടുവിൻ, റൺ. വിശുദ്ധീകരണത്തിന് വേണ്ടി നല്ല ഓട്ടം നമ്മൾ ഓടേണ്ടത് ദൈവത്തിന്റെ നിർബന്ധമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന പുതിയ നേച്ചറിന്റെ നിർബന്ധമാണ്.
അപ്പോൾ നമ്മൾ ചെയ്യുന്നവരാകണം, അനുസരിക്കുന്നവരാകണം, കേൾക്കുന്നവർ മാത്രമാകരുത്. നമ്മുടെ എല്ലാ സ്വഭാവത്തിലും നമ്മൾ വിശുദ്ധരായിരിക്കണം. ഇതിന് അനേകം വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തില് ഈ സാങ്ക്ടിഫിക്കേഷന്റെ കണ്ടിന്യൂഷനെ കുറിച്ച് പറയുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിലുള്ള എല്ലാ ഉപദേശങ്ങളും, നമ്മൾ കാണുന്ന മോറൽ ടീച്ചിങ്, ധർമ്മ ഉപദേശങ്ങളും നമ്മുടെ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് കൺസേണിങ് ജസ്റ്റിഫിക്കേഷൻ ഓർ എറ്റേണിറ്റി. നമ്മൾ പുതിയ നിയമത്തിലെല്ലാം വീണ്ടും വീണ്ടും കാണുന്ന ആഹ്വാനങ്ങൾ, ഉത്ബോധനങ്ങൾ, പ്രബോധനങ്ങളെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അത് നമ്മുടെ തേജസ്കരണത്തെയോ നീതീകരണത്തെയോ സംബന്ധിക്കുന്നതല്ല. അത് രണ്ടും ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മുടെ പാർട്ടേക്കിംഗ് ഉള്ളത്, നമ്മൾ കർത്താവിനോട് പാർട്ടേക്ക് ചെയ്യുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിലാണ്. അവിടെയാണ് നമ്മളോടുള്ള എല്ലാ ആഹ്വാനങ്ങളും കിടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ സാങ്ക്ടിഫിക്കേഷൻ. യു കനോട്ട് കണക്ട് ദാറ്റ് ടു അവർ എറ്റേണൽ പ്രോമിസസ്. നമ്മുടെ വിശദീകരണത്തിന്റെ ഡിഗ്രി ഡിഫറെന്റ് ആണ്. ആ വിശദീകരണത്തിന്റെ ഡിഗ്രിയാണ് നമ്മുടെ ഈ പ്രബോധനങ്ങളിലൂടെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുകയും അനുഗമിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നത്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യാം. വി വിൽ മീറ്റ് അഗെയിൻ നെക്സ്റ്റ് മൺഡേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കുവാൻ കാണിച്ച കരുണയ്ക്കായി, ഞങ്ങൾ ഓരോ നിമിഷം വിശദീകരിക്കാൻ അവിടെ നിന്നിരുന്ന വചനങ്ങൾക്കായി, നിർബന്ധത്തിനായി, ആത്മാവിന്റെ പെർസുവേഷൻസിനായിട്ട് നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.